കണ്ടോ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി മുന്നോട്ട് ഈ വണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. എൻ്റെ കുടുംബവും എൻ്റെ തൊഴിലാളികളുടെ കുടുംബവും എൻ്റെ ഡ്രൈവർ ചെയ്ത തെറ്റ് കാരണം തൊമ്മൂടി പട്ടിണിയിലാണ് പോയി. കണ്ണിൽ ചോരയില്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ ഇതാണ്. നമ്മുടെ നാട്ടിലെ ഓരോ ആളുകൾ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം കാണുമ്പോൾ സത്യം പറഞ്ഞ പുച്ഛം തോന്നാണ്. നിങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കെ. രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. ഒരു ദിവസം പോലും സർവീസ് മുടങ്ങിയിട്ടില്ല. രാത്രി ലാസ്റ്റ് ബസ് ഇതാണ്. കൊട്ടിയത്ത് നിന്ന് ലാസ്റ്റ് ബസ് ഇങ്ങോട്ടുള്ള ഇതാണ്. എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ബസ്, എല്ലാവർക്കും അറിയാവുന്ന ലാസ്റ്റ് ബസ് ഇതാണ്. ഒരു മനുഷ്യരെയും അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയോ വിശ്വസിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. അപ്പം ഞാനൊരാളെ ആത്മാർത്ഥമായി സ്വന്തം സഹോദരൻ്റെ കണക്ക് കണ്ട് വിശ്വസിച്ച് കൂടെ നിർത്തിയാൽ എനിക്ക് കിട്ടിയ സമ്മാനമാണ് എൻ്റെ വണ്ടി ഇങ്ങനെ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. ഈ വന്ന കാലത്ത് ആരെയും വിശ്വസിക്കരുത്, ആരെയും കൂടെ നിർത്തരുത്, എല്ലാവരും ചതിക്ക് അമിതമായി ആരെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. അമിതമായി സ്നേഹിച്ചു, അമിതമായി വിശ്വസിച്ചു, അമിതമായിട്ട് ഒരു പുറമേ അന്വേഷിച്ചപ്പോൾ ഇയാളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറയാൻ ഉണ്ടായിരുന്നത്. ഇത് മൊത്തം പുറമേ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടിയിൽ എൻ്റെ ഡ്രൈവർ മാത്രമേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്തിറക്കുന്നുണ്ട്. പുറമേ നല്ലതാണ്, ഇവൻ എനിക്ക് വണ്ടി ഏൽപ്പിച്ചിട്ട് പോയാലും നല്ല രീതിയിൽ നോക്കുമെന്ന് പുറമേ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ അന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പുള്ളിയെ കണക്കും കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചത്. കണക്കിനകത്ത് ഏൽപ്പിച്ചപ്പോഴാണ് വെട്ടിപ്പ് എല്ലാം പിടിക്കുന്നത്. എത്ര നാളുകൊണ്ട് ഈ പുള്ളി പറ്റിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഏകദേശം നമ്മുടെ കണക്കറിയത്തില്ല. ഇനിയിപ്പോൾ പഴയ കണക്കുകളും കാര്യങ്ങളും എടുത്തെങ്കിലും അറിയത്തുള്ളൂ. ഇവർ ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ എണ്ണ അടിക്കേണ്ട, ആ പൈസ എടുത്തേരെന്നൊക്കെ ഇവർ പറയുന്നു. എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി മേടിച്ച ഒരു വാഹനത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു അല്ലേ? അങ്ങനെ പറയാം, ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു. ഈ ഒരു പാവം മനുഷ്യൻ്റെ ജീവിതം ഈ ഒരു വഴിയാധാരമാക്കി. ഈ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെയായി. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം വണ്ടിക്ക് എഞ്ചിനകത്ത് മണ്ണ് വാരിയിട്ടതാണ്. എഞ്ചിന് ഓല ഒഴിക്കത്തില്ല നമ്മൾ. ഓല ഒഴിക്കുന്ന അത് തുറന്നിട്ട് അതിനകത്ത് മണ്ണും വെള്ളം കൂടെ ഒഴിച്ച് പെട്ടെന്ന് പോകാൻ വേണ്ടി. അപ്പോൾ നിങ്ങളിതൊന്നും അറിയുന്നില്ല, വണ്ടി നമ്മൾ അറിയുന്നില്ല. രാത്രി വെളുപ്പിന് ഒരു 5:15 ഇതൊന്ന് ചെയ്യുന്നത്. നമ്മൾ രാവിലെ ഒന്ന് വണ്ടി എടുത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി. അവിടെ ചെന്നപ്പോഴാണ് വണ്ടി കംപ്ലൈൻറ്റ് കാണിച്ച് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ അവന്റെ ഒരു ഫോട്ടോ കാണിക്കണമായിരുന്നു. കാരണം അവന് നാളെ വേറെ എവിടെയും കയറി ചെന്നിട്ട് ഇതിലും വലിയ തമ്മാടിത്തരം കാണിക്കൂലേ? അവൻ ചെയ്ത തമ്മാടിത്തരത്തിന് എത്ര കുടുംബങ്ങളാണ് പട്ടിണിയാവുന്നത്? മുതലാളിമാരിപ്പോ എല്ലാവരും നല്ലതെന്ന് പറയുന്നില്ല. ചില മുതലാളിമാരൊക്കെ മോശമായിട്ടുണ്ടാവും, നല്ല മുതലാളിമാരുണ്ടാവും. പക്ഷെ മുതലാളിമാർ അങ്ങനെ ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുക. അല്ലാതെ ഇതുപോലുള്ള തമ്മാടിത്തരൊക്കെ കാണിക്കുമ്പോൾ എന്താ പറയുക ഇതിനൊക്കെ? അയാളെ ഫോട്ടോ കൂടെ കാണിക്കണമായിരുന്നു. കാരണം ആളുകൾ മനസ്സിലാവണ്ടേ. ആ എഞ്ചിനിലൊക്കെ ആ കല്ലും വെള്ളവും മണ്ണൊക്കെ കൊണ്ടുപോയിട്ടിട്ട് എന്താണ് ഒരാള് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് ഇത്രയും വളരെ എന്താ പറയാ, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇത്രയും മോശമായ ഒരു പ്രവൃത്തി. എന്തായാലും അയാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടമാകുന്നുണ്ട്. കാരണം ആ പ്രവാസ ലോകത്ത് നിന്ന് ചിലപ്പോൾ നാട്ടിൽ നിൽക്കേണ്ട ആഗ്രഹം കൊണ്ട് വന്നിട്ട് ഒരു ബസ്സൊക്കെ എടുത്ത് ഒറ്റ ദിവസം മുടങ്ങാതെ ഓടുന്ന ബസ്സാണ്. കഷ്ടമുണ്ട്. എന്തായാലും അയാളെ ഫോട്ടോ ഏതെങ്കിലും ന്യൂസിൽ എവിടെയെങ്കിലും അയാളെ ഫോട്ടോ അല്ല അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണാൻ ഇടയാവട്ടെ. കാരണം ഇതുപോലുള്ള തമ്മാടിത്തിന് വേറെ ചെയ്യാൻ പാടില്ലല്ലോ അയാള്. ഇതറിയാതെ ഇനി വേറെ ആളും പോയിട്ട് ചിലപ്പോൾ അയാളെ ഏതെങ്കിലും ബസ്സിൽ വന്ന് കയറ്റി ഒരു ജോലി കൊടുത്തു, ലാസ്റ്റ് പണി കൊടുക്കില്ലേ?